ആണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ ഒരു 4ഓളം പവൻ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാദസ്ഥാനവും കുട്ടിയുടെ കഴുത്തിലെ ചെയിനും കുട്ടിയുടെ കൈമലെ കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കുട്ടിയുടെ ബന്ധപ്പെട്ട ആൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് ചോദിച്ചാൽ, പലരും എന്നെ കമൻറ്റിലൂടെ പലതും പറഞ്ഞ് പരിഹസിക്കാറുണ്ട്, നിന്ദിക്കാറുണ്ട്, ഒരു മര്യാദയും പുലർത്താറില്ല. നീ എടോ എന്നൊക്കെ ചോദിക്കുകയാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാകുമ്പോൾ. ഇവിടെ ആരുടെയും ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. മറിച്ച് പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, കുലിൽ ഹക്ക് വ ഇൻകാന മുർറൻ. അഥവാ കയ്പേറിയതായാൽ പോലും നിങ്ങൾ വിളിച്ചു പറയുന്നത് സത്യമായിരിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സത്യമെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു ചെറുതാണെങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ പോലും ഇത് കേൾക്കുന്നവർക്ക് അതിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് അഥവാ പാരത്രികവും ഭൗതികവുമായ ഒരു ഗുണം അവർക്കുണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അഥവാ അതിലൊരു മെസ്സേജ് മതപരമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുലോക ഗുണത്തിന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ പ്രാർത്ഥന തന്നെ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവേ, ദുനിയാവിലും ഞങ്ങൾക്ക് നീ ഗുണം നൽകണമേ, പാരത്രിക ലോകത്തും ഞങ്ങൾക്ക് നീ ഗുണം ചെയ്യണമേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇരുലോക ഗുണം, അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മുഹമ്മദ് സഫീർ എന്ന് പറയുന്ന ആ ഫ്രോഡ് എന്ന് തന്നെ അവനെക്കുറിച്ച് പറയുന്നതിൽ തെറ്റില്ല. സ്വന്തം കുഞ്ഞിനെ അണിയിച്ചൊരുക്കാൻ ഭാര്യയോട് പറയുന്നു. നോക്കണം, ആലോചിച്ച് നോക്കുക. ആ ഭാര്യയാവട്ടെ അത് വിശ്വസിക്കുന്നു. ആ കുടുംബങ്ങളിലുള്ള വയോധികനായ പിതാവും മാതാവുമുണ്ട്, അവരും അത് വിശ്വസിക്കുന്നു. ആ കുട്ടിയുടെ ആഭരണങ്ങൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറയുന്നു, അതും അവർ വിശ്വസിക്കുന്നു. എന്തിനാണ് ഈ ഫ്രോഡ് കൊണ്ടുപോകുന്നത് എന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, ആ ഭാര്യയ്ക്ക് സ്വന്തം ചില അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അവർ പറയുന്നതിനനുസരിച്ച് ഈ പെൺകുട്ടി ഭയങ്കര ക്ലേശങ്ങളാണ് ഇവരിലൂടെ അനുഭവിച്ചു വന്നിരുന്നത്. ഈ ഭാര്യ, ഈ ഫ്രോഡ് എന്ന് പറയുന്ന ഈ മുഹമ്മദ് സഫീർ ഏതാനും വർഷമായിട്ട് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ കാമുകിയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം ഈ കാമുകിക്ക് കൊണ്ടുകൊടുക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആലോചിച്ച് നോക്ക്, ഏതു സമയത്താണ് അവൻ്റെ കുഞ്ഞിനെയും ഈ ഭാര്യയെയും ഒക്കെ ഇല്ലാതാക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം രക്ഷപ്പെട്ടതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം അനുഗ്രഹം ആ കുടുംബത്തിനുണ്ട്. ഇപ്പോൾ ആ ഫ്രോഡിനെ കുറിച്ച് മനസ്സിലാവുകയും ചെയ്തു. മാത്രമല്ല, ആ ഫ്രോഡിനെ കുറിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 4 ലക്ഷം ഉറുപ്പികയോളം വരുന്ന സംഖ്യയ്ക്ക് ഇയാൾ കള്ളനോട്ട് കേസിൽ പ്രതിയാണ്. അതോടൊപ്പം തന്നെ മറ്റു മയക്കുമരുന്ന് കേസ്, അഥവാ അവൻ ചെയ്തുകൂടാത്ത ഒരു തെമ്മാടിത്തവുമില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇവിടെ കുടുംബം ആ കാര്യങ്ങളൊന്നും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കുട്ടിയെ മാറ്റിക്കൊടുക്കൂ, ഒരു കല്യാണത്തിന് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉപ്പയും ഉമ്മയും ഭാര്യയും വിശ്വസിക്കുന്നു. ആ കുഞ്ഞുണ്ടോ തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയുന്നത്. മുലപ്പാൽ കുടിച്ച് കഴിയേണ്ട ആ കുട്ടിയെ ഉമ്മയിൽ നിന്ന് ദിവസങ്ങളോളം അകറ്റുന്ന ഒരുവനെ ഫ്രോഡ് എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇതാ അവൻ പതിഞ്ഞിരിക്കുന്നു, അവൻ്റെ കാമുകിയോടൊപ്പം പിടിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ്. ദുനിയാവിലും അവൻ ഇപ്പോൾ വഷളായി. അള്ളാഹു ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ദുനിയാവിലും അള്ളാഹു ചിലതിനെ വഷളാക്കും, ചിലത് പരലോകത്ത് തീർച്ചയായിട്ടും വഷളാവുകയും കഠിനമായ ശിക്ഷയും ലഭിക്കും. മാത്രമല്ല, എന്തോ അത്ഭുതകരമായ പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് ഇന്നിപ്പോൾ എന്തു തന്നെയായാലും ആ കുട്ടി ഉമ്മയുടെ അടുക്കൽ സുരക്ഷിതയായി എത്തിയത്. മാത്രമല്ല, ഇപ്പോഴും ആ കുട്ടിയുടെ പരിഭ്രമം വിട്ടുമാറുന്നില്ല എന്നാണ് പറയുന്നത്. ആ കാരണം ആ കുട്ടി തൻ്റെ ഉമ്മയെയും വല്യമ്മയെയും ഉപ്പാനെയും ഒക്കെ നോക്കുന്നത് അങ്ങേയറ്റം ബേജാറോടുകൂടെയും ഭയത്തോടുകൂടെയും സംശയത്തോടുകൂടെയുമുള്ള കണ്ണുകൾ കൊണ്ടാണ്. അങ്ങേയറ്റം ക്ഷീണിച്ചിട്ടുണ്ട് കുട്ടി.
ആ കുട്ടിയുടെ ശരീരത്തിൽ അമ്മാവന്മാർ കൊടുത്തിട്ടുള്ളതാണ്. ഏകദേശം അമ്മാവന്മാരും ഉമ്മയുടെ ആളുകളും ഒക്കെ കൂടെ കൊടുത്തിട്ടുള്ളതാണ് 4 പവനോളം വരുന്ന ആഭരണങ്ങൾ. അഥവാ കാൽപാദസരമുണ്ട്, കൈച്ചെയിനുണ്ട്, കൗത്തില ചെയിനുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയപ്പോൾ ഒരു പണത്തൂക്കം പോലും ആ കുട്ടിയുടെ ശരീരഭാഗങ്ങളിലില്ല എന്നാണ് അറിയുന്നത്. അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 പവൻ കൊടുത്ത് ഒരു മാതാപിതാക്കൾ ഒരു കുട്ടിയെ കെട്ടിക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണത്. മാത്രമല്ല വലിയ സമ്പത്തും സൗകര്യവുമുള്ളവരാണെങ്കിൽ 20 പവൻ അല്ലല്ലോ കൊടുക്കുക. പക്ഷേ ആ കൊടുത്ത 20 പവനും അവൻ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നിന്ന് തന്നെ അത് മുഴുവനും അവൻ്റെ ഈ തോന്നിവാസങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ചില ഭാര്യമാർ അങ്ങനെയാണ്, അവരറിയില്ല, അവരോട് സ്നേഹം കാണിക്കും. അതാണ് വളരെ കപടമായിട്ട് കാര്യങ്ങൾ, വളരെ നാടകീയമായിട്ട്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. സ്വന്തം ഭാര്യ, അത്തരത്തിലുള്ള ചില ഭാര്യമാരുണ്ട്, നിഷ്കളങ്കരായിരിക്കും. അവർ ഭാര്യയോട് ഇങ്ങനെ പറയുമ്പോൾ ഉപ്പ അറിയണ്ട, എൻ്റെ ഉമ്മ അറിയണ്ട, എൻ്റെ ഇപ്പ അറിയണ്ട, എൻ്റെ ഉമ്മ അറിയണ്ട, വേറെ ആരോട് പറയണ്ട. അങ്ങനെ സാധാരണ രീതിയിൽ ഈ വഞ്ചകന്മാർ വന്ന് പറയാറുണ്ട്. നമ്മൾക്കും പോലും അത് അനുഭവമുണ്ട്. ചിലത് വാങ്ങുമ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടക്കുമ്പോൾ അവർ പറയുന്ന ഒരു സംഭവമുണ്ട്. സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു തന്ത്രമാണ്. ഈ സംഭവം നീ പുറത്ത് ആരോടും പറയണ്ട, നമ്മൾ 2 ആളും അറിഞ്ഞാൽ മതി. ഉപ്പയോട് പറയണ്ട, സ്വന്തം ഏട്ടന്മാർ പറ്റിക്കാറുണ്ട്. അങ്ങനെ അഞ്ചം പ്രാപ്തനാണെങ്കിൽ ഏട്ടനെ പറ്റിക്കും, സഹോദരിയെ പറ്റിക്കുന്ന ആങ്ങളമാരുണ്ട്. അങ്ങനെ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ആ കൂട്ടത്തിൽ ഭാര്യയെയാണ് എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുന്നത്. കാരണം അവൾ എടുത്തു കൊടുക്കില്ലാതെ എന്താ ചെയ്യുക? ആലോചിച്ച് നോക്കി. എന്നും കൂടെ കിടക്കുന്ന ഒരു ഭർത്താവ് അത് ചോദിച്ചാൽ പിന്നെ എന്തു പറയും? മാത്രമല്ല അവൻ്റെ കളങ്കങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ 40 ദിവസം കട്ടാൽ 41ൻ്റെ അന്ന് പൊളിയും എന്ന് പറയുന്ന ഒരു ദൈവികമായ സിസ്റ്റമുണ്ട് ലോകത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിൻ്റെ കാര്യത്തിലായാലും ഒരു കൊലപാതകം നടത്തിയാൽ തീർച്ചയായിട്ടും കൊലപാതകം എന്ന് പറയുന്നതിൽ അള്ളാഹു ചില തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് ആ കൊലപാതകം നടത്തുന്നത്, അവസാനിക്കുന്നത്. അള്ളാഹു അവൻ്റെ വിശേഷാൽ ചില തെളിവുകൾ. അതുകൊണ്ടാണ് ഉമ്മൻ ഘോഷി പോലെയുള്ള DGPമാരും SP-മാരും ഒക്കെ പറഞ്ഞ സംഭവമുണ്ട്. ദൈവം എല്ലാ കൊലപാതകത്തിനും ഒരു തെളിവ് സൃഷ്ടിക്കുക എന്ന നിലക്ക് ചിലത് ദൈവം ബാക്കി വെക്കാറുണ്ട്. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. മനസ്സിലായോ? മാത്രമല്ല ഈ നീചന്മാരും മതമന്മാരും തമ്മാടികളും പറയുന്നത് പോലെ ദൈവം കാരുണ്യമില്ലാത്തവനല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പോൾ വയനാട് ദുരന്തം നോക്കണം, അതുപോലല്ലേ ഇപ്പോൾ കടലണ്ടി ദുരന്തം. എല്ലാ പ്രകൃതി വിഭവങ്ങളെയും അമിതമായി മനുഷ്യൻ ചൂഷണം ചെയ്യുകയും ആ പ്രകൃതിയോട് പുറംതിരിഞ്ഞ് വികൃതി കാണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചില പ്രതിരോധ പ്രവർത്തികൾ അത് ഏറ്റെടുക്കും. ആ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുന്നതാണ്. മാത്രമല്ല ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളതുപോലെ ദൈവികമായി ഇതിനകത്തൊക്കെ ചില രഹസ്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. അതൊന്നും നമ്മൾ പറഞ്ഞ് തർക്കിച്ചൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ മുഹമ്മദ് സഫീറിൻ്റെ സ്ഥിതി എന്താണ്? നമ്മളൊക്കെ പറയുന്നത് ഒരു പഴത്തൊലിയേക്കാൾ അവൻ ഇപ്പോൾ മോശപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവനെ ആർക്കും വേണ്ടാത്ത വണ്ണം അവൻ സമൂഹത്തിൽ തന്നെ നിന്ദിതനായി തീർന്നു. അതാണ് അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിൽ തന്നെ ചിലത് അള്ളാഹു പ്രത്യക്ഷമായിട്ട് കൊടുക്കും. ഇനി പരലോകത്തേക്ക് ബാക്കി വെക്കുന്ന വേറെ കാര്യങ്ങളുമുണ്ട്. എന്തെങ്കിലും ഒരു മാനുഷികത അവനുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു വയസ്സായ കുഞ്ഞിനെ ആ മാതാവിൻ്റെ ആ മുലപ്പാലിൽ നിന്ന് മാറത്ത് നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് മാസങ്ങളോളം അങ്ങനെ കൊണ്ടുപോയിട്ട് അവൻ അതിനെ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്താൻ കഴിഞ്ഞ ഒരു സ്വന്തം മകനോടാണ് ഈ ചെയ്യുന്നത്. സ്വന്തം മകളോട്, സ്വന്തം ഒരു കുഞ്ഞിനോടാണ് ചെയ്യുന്നത്, വേറെ ഒരു അന്യനോട് പോലുമല്ല. ആലോചിച്ച് നോക്കി. അതാണ് കാരുണ്യം എന്ന് പറയുന്നത്. വറ്റിക്കളഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. മാത്രമല്ല ഒരു മാതാവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അത് വലിയ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ല വയനാട് ദുരന്തത്തിൽ പേര് കേട്ടത്. ഞാൻ ആ മറ്റു കുട്ടികൾക്ക്, അമ്മമാരില്ലാത്ത കുട്ടികൾക്ക് ഞാൻ മുല കൊടുക്കാമെന്ന് ഭർത്താക്കന്മാരോട് പറയുന്ന മാതാക്കളുള്ള നാടാണിത്. എന്തുമാത്രം കാരുണ്യമാണത്! കേരളത്തിൻ്റെ മഹിമയാണ്, മഹത്വമാണ്, സന്ദേശമാണ്. അന്യ കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികൾ, അവരുടെ മാതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ മുല കൊടുക്കാമെന്ന് 6 മാസവും 4 മാസവും 1 വയസ്സും മാത്രമുള്ള കുഞ്ഞിന്, ആ അന്യതായ അറിയപ്പെടാത്ത ആരാരുമില്ലാത്ത ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ മാനിടത്തിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാമെന്ന് പറയുന്ന ആ സ്ത്രീകൾ എന്തു ദേവതമാരാണത്! അതാണ് യഥാർത്ഥത്തിൽ ഹൂറികൾ. അത്തരത്തിലുള്ള ഹൈറാലം എന്ന് പറയുന്ന കേരളമാണിത്. ഏത് സംഘികളും കൃസംഘികളും മുസംഘികളും ഇവിടെ വിഷവിത്തും വർഗീയ വിത്തുകളും വിളവെടുപ്പിക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.
ലിയാഖത്തും ആരിഫും ജാമിദയും ഇപ്പോൾ ബേജാറിലാണ്. തങ്ങളുടേതായ വിത്ത് മുളക്കുന്നില്ല, മറിച്ച് എല്ലായിടത്തും ആവുന്നതും പറഞ്ഞു നോക്കി ജാമിദയും ലിയാഖത്തും ആരിഫും ഓരോ പ്രകൃതി ദുരന്തങ്ങളിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, മറ്റു കാര്യങ്ങളിൽ വേറെ. ആ സമയത്ത് പോലും ആളുകളുടെ ആ കാരുണ്യം ഇവനക്കുണ്ടോ തടയാൻ കഴിയുന്നു? ആ അമ്മമാർ പറയുന്ന കാരുണ്യം അള്ളാഹു കൊടുത്ത കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മഗ്ഫിറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ 99% കാരുണ്യവും ബാക്കി വച്ചിരിക്കുന്നു. അതിൽ നിന്നുള്ള 1% എന്താണ് എന്ന ചോദ്യത്തിന് ഏറ്റവും വലിയ കാരുണ്യം ത്തിൽ നിന്ന് 1% ഇവിടെ മനുഷ്യർ തമ്മിൽ കാണുന്ന എല്ലാ കാരുണ്യവും, മാതാവ് അതിൻ്റെ കുഞ്ഞിന് മുല കൊടുക്കാനും സ്നേഹിക്കാനും കാണിക്കുന്ന കാരുണ്യവും, ബാപ്പ മക്കളോട്, ഉമ്മ മക്കളോട്, സുഹൃത്തുക്കൾ എല്ലാവരും തമ്മിലുള്ള പരസ്പരമുള്ള എല്ലാ കാരുണ്യവും കൂടെ കൂടിച്ചേർന്നതാണ് ആ 1% കാരുണ്യം. മാത്രമല്ല ആ 1%ൻ്റെ പകുതി ഭാഗവും റസൂലുള്ള പറഞ്ഞത് അത് സ്വന്തം കുഞ്ഞുങ്ങളോട് മാതാക്കൾക്കുള്ള കാരുണ്യമാണ് എന്നാണ്. അത്തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള ആ കാരുണ്യമാണ് നമ്മളിപ്പോൾ അവിടെയും കണ്ടത്. വിഷവിത്തും വർഗീയ വിത്തും വിദ്വേഷ വിത്തും മുളപ്പിച്ചെടുക്കാൻ എന്താ പറയുക, വിഷജന്തുക്കളാവുന്നതും ശ്രമിക്കുമ്പോഴും ഈ നാടിൻ്റെ ഏറ്റവും മഹത്വം ലോകം ഉയർന്നു നിൽക്കുന്നു. അവിടെയും ചില സംഘികൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അവരെ ഒറ്റപ്പെടുത്തി ആട്ടിയോടിച്ച സംഭവമുണ്ടായി. അതാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ മഹിമ, മാതൃക, ആ സ്നേഹത്തിൽ മറ്റൊരു കളങ്കമായിട്ടാണ് മുഹമ്മദ് സഫീർ എന്ന ആ അധമ വ്യക്തിത്വം ഗജഫ്രോഡ് വന്നിട്ടുള്ളത്. അവനെ പിടിക്കപ്പെട്ടു, പരിഹാസനായി. അതാണ് എല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒരു കൗലും മാറൂഫും മാഫിറ ഹൈറും മിൻ സദഖ എന്ന് പറഞ്ഞതുപോലെ നല്ല വാക്കുകൾ അത് ഏറ്റവും വലിയ ചാരിറ്റിയാണ്. എൻ്റെ ലക്ഷ്യം റീച്ചല്ല. റീച്ച് ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, വേണമെങ്കിൽ നിങ്ങളാരും അത് കണ്ടില്ല. പക്ഷേ ഞാൻ ഈ പറയുന്നതിലൊക്കെ പരമാവധി കിട്ടുന്ന വാർത്തകളും നാളെ പാരത്രികവും ദുന്യവിയായിട്ടും ഒരു ഗുണമുണ്ടാവണമെന്നും കൂടെയുള്ള പ്രതീക്ഷയോടുകൂടെയാണ് അള്ളാഹു അങ്ങനെ അതൊരു സാലിയായ അമലായി ഇത് കേൾക്കുന്നവരും കാണുന്നവർക്കും ഈ പറയുന്ന എനിക്കും ഇതൊരു സാലിയായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.